ഇന്ത്യൻ അനധികൃത കുടിയേറ്റക്കാരുമായി സൈനിക വിമാനം പുറപ്പെട്ടുവെന്ന റിപ്പോർട്ട്. അമേരിക്കൻ സൈന്യത്തിന്റെ C-17 വിമാനത്തിലാണ് ഇവരെ ഇന്ത്യയിലേക്ക് അയച്ചത് എന്നാണ് ലഭിക്കുന്ന വിവരം. നേരത്തെ 18,000 ഇന്ത്യക്കാരായ അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്ക നാടുകടത്തുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. 24 മണിക്കൂറിനുള്ളിൽ ഈ വിമാനം ഇന്ത്യയിലെത്തുമെന്നാണ് റിപ്പോർട്ട്. നേരത്തെ അനധികൃത കുടിയേറ്റത്തിന് പരിഹാരം കാണാനായി ട്രംപ് ഭരണകൂടം സൈന്യത്തിന്റെ സഹായം തേടിയിരുന്നു. US മെക്സിക്കോ അതിർത്തിയിലേക്ക് അധിക സൈന്യത്തെയാണ് അയച്ചത്. സൈനിക ബേസുകളിൽ അനധികൃത കുടിയേറ്റക്കാരെ എത്തിച്ച ശേഷം സൈനിക വിമാനങ്ങളിൽ തിരികെ അയക്കുന്നതായിട്ടാണ് റിപ്പോർട്ട്. ഗ്വാട്ടിമാല, പെറു, ഹോണ്ടുറാസ് എന്നിവിടങ്ങളിലേക്കും ഇത്തരത്തിൽ അനധികൃത കുടിയേറ്റക്കാരുമായി സൈനിക വിമാനം പുറപ്പെട്ടിട്ടുണ്ട്. ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് തിരിച്ചെത്തിയ ശേഷം ആദ്യമായി ഇത്തരത്തിൽ കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നത് ഇന്ത്യയിലേക്കാണെന്നാണ് റിപ്പോർട്ടുകൾ വിശദമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ. വിവാദ വഖഫ് ഭേദഗതി ബില്ലിൽ മോദി സർക്കാരിന് മുന്നറിയിപ്പുമായി AIMIM അധ്യക്ഷൻ അസദുദ്ദീൻ ഉവൈസി. വഖഫ് ആരാധനയുടെ ഭാഗമാണെന്നും അത് തട്ടിയെടുക്കാൻ കഴിയില്ല എന്നും ലോക്സഭയിൽ നടത്തിയ പ്രസംഗത്തിൽ ഉവൈസി ചൂണ്ടിക്കാട്ടി. വഖഫ് ഭേദഗതി ബിൽ മുസ്ലിം സമുദായം തട്ടിക്കളഞ്ഞുവെന്നും അത് സാമൂഹിക അസ്ഥിരതയിലേക്ക് നയിക്കുമെന്നും ഉവൈസി വ്യക്തമാക്കി. അഭിമാനിയായ ഒരു ഇന്ത്യൻ മുസ്ലിം എന്ന നിലയിൽ എൻ്റെ മസ്ജിദിന്റെ 1 ഇഞ്ച് നഷ്ടമാകില്ല, എൻ്റെ ദർഗയുടെ 1 ഇഞ്ച് നഷ്ടമാകില്ല. അത് ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങളിനി അനുരഞ്ജന ചർച്ചയ്ക്കില്ല. ഈ സഭയിൽ നിന്നുകൊണ്ട് എൻ്റെ സമുദായത്തിനു വേണ്ടി ആത്മാർത്ഥമായി ഞാൻ സംസാരിക്കും. ഞങ്ങൾ അഭിമാനികളായ ഇന്ത്യക്കാരാണ്. ഇത് ഞങ്ങളുടെ സ്വത്താണ്, ആരും നൽകിയതല്ല. നിങ്ങൾക്ക് അത് ഞങ്ങളിൽ നിന്ന് തട്ടിയെടുക്കാൻ കഴിയില്ല. വഖഫ് എന്നത് ഞങ്ങൾക്ക് ആരാധനയുടെ ഭാഗമാണെന്നും ഉവൈസി വ്യക്തമാക്കി. ആർട്ടിക്കിൾ 14, 25, 26 എന്നിവയുടെ ലംഘനത്തിന് വഴിവെക്കുന്ന വഖഫ് ഭേദഗതി നിയമം നടപ്പിലാക്കിയാൽ അത് രാജ്യത്ത് സാമൂഹിക അസ്ഥിരതയ്ക്ക് വഴിവെക്കും. വഖഫ് ബിൽ മുസ്ലിം സമുദായം തള്ളിക്കളഞ്ഞു. വഖഫ് സ്വത്തുക്കൾ അവശേഷിക്കില്ല. ഇന്ത്യയെ വികസിത ഭാരതമാക്കണമെന്ന് നിങ്ങൾ പറയുന്നു. ഞങ്ങളും ആവശ്യപ്പെടുന്നത് വികസിത ഭാരതമാണ്. എന്നാൽ ഈ രാജ്യത്തിന്റെ 80കളിലേക്കും 90കളുടെ തുടക്കത്തിലേക്കും തിരികെ കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കുന്നുവെന്നും അതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾക്കായിരിക്കുമെന്നും ഉവൈസി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിലുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സഭയിലിരുത്തി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രയോഗിച്ചത് വാക്ശരങ്ങൾ. UPAയ്ക്കും NDAയ്ക്കും തൊഴിലില്ലായ്മ പരിഹരിക്കാനായില്ല എന്ന് പറഞ്ഞു തുടങ്ങിയ ശേഷമായിരുന്നു കടന്നാക്രമണം. പ്രധാനമന്ത്രിയുടെ മേക്ക് ഇൻ ഇന്ത്യയും വിദേശ നയവും പരാജയപ്പെട്ടതെങ്ങനെയെന്ന് രാഹുൽ ഗാന്ധി വിശദീകരിച്ചു. ലോക്സഭയിലെ പ്രാതിനിധ്യം 400 കടക്കുമെന്ന് മോദി പറഞ്ഞതും ചൈനയുടെ അധിനിവേശം മറച്ചുപിടിച്ചതും RSSുമായി ചേർന്ന് ഭരണഘടന അട്ടിമറിക്കാൻ നോക്കിയതുമൊക്കെ പറഞ്ഞുകൊണ്ട് കണക്കിന് നരേന്ദ്രമോദിയെ രാഹുൽ ഗാന്ധി പരിഹസിച്ചു വിട്ടു. കണ്ടോ, മോദി തൻ്റെ മുഖത്ത് നോക്കുന്നില്ല എന്ന് രാഹുൽ പറഞ്ഞപ്പോൾ അദ്ദേഹം തലയുയർത്തുന്നതിനും സഭ സാക്ഷിയായി മാറി. കേന്ദ്ര മന്ത്രിമാരുടെ പ്രതിഷേധങ്ങൾക്കും സ്പീക്കറുടെ ഇടപെടലിനും പ്രസംഗം പലതവണ വഴിവെച്ചു. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ. രാജ്യത്ത് സാമൂഹിക നീതി ഉറപ്പുവരുത്തുന്നതിലും ദളിതരുടെയും പിന്നാക്കക്കാരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും മോദി സർക്കാർ പരാജയപ്പെട്ടുവെന്ന് രാജ്യസഭ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ. അയോധ്യയിൽ ദലിത യുവതിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ UP സർക്കാരും പോലീസും നിശബ്ദരാണ്. കുംഭമേളയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം സംബന്ധിച്ചും ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം എന്നാവർത്തിക്കുന്ന സർക്കാർ ആരൊക്കെ ഒപ്പമെന്ന് വ്യക്തമാക്കണമെന്നും ഖാർഗെ രാജ്യസഭയിൽ ആവശ്യപ്പെട്ടു. അദാനിയും അംബാനിയും അടങ്ങുന്ന മോദി സർക്കാരിന്റെ സുഹൃത്തുക്കൾക്കാണ് വികസനം ഉണ്ടാവുന്നത്. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും മൂലം കർഷകരും യുവജനങ്ങളും ആത്മഹത്യ ചെയ്യുകയാണ്. 10 വർഷത്തിനിടെ 1 ലക്ഷം കർഷകർ ആത്മഹത്യ ചെയ്തതായിട്ടാണ് സർക്കാരിന്റെ തന്നെ കണക്കുകൾ പറയുന്നത്. മോദിയുടെ ഭരണത്തിന് കീഴിൽ രൂപ വെന്റിലേറ്ററിലായിരിക്കുകയാണെന്നും ഖാർഗെ പരിഹസിച്ചു. മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് 7.8% GDP വളർച്ചയെങ്കിൽ ഇന്ന് BJP സർക്കാരിന്റെ കാലത്ത് 5.8% അത് ചുരുങ്ങിയിരിക്കുകയാണ്. സാമ്പത്തിക വളർച്ചയില്ലാതെ എങ്ങനെയാണ് രാജ്യത്ത് തൊഴിൽ സൃഷ്ടിക്കുകയെന്ന് ഖാർഗെ ചോദിച്ചു. സർക്കാർ ജോലികളിൽ തന്നെ 40 ലക്ഷം ഒഴിവുകൾ നിലവിലുണ്ടെന്നതാണ് കരുതപ്പെടുന്നത്. പട്ടികജാതി വിഭാഗങ്ങളുടെ നിയമനം തടസ്സപ്പെടുത്താൻ മനഃപൂർവ്വം നിയമനങ്ങൾ മരവിപ്പിക്കുന്നു. 4 മാസത്തിനിടെ 12,000 സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളാണ് അടച്ചുപൂട്ടിയത്. രാജ്യത്ത് മനുസ്മൃതി പ്രാവർത്തികമാക്കുകയാണ്. ദലിതരെയും ആദിവാസികളെയും ഉന്മൂലനം ചെയ്യാൻ ശ്രമം നടക്കുകയാണ്.
IIT-കളിലും IIM-കളിലും 90% നിയമനവും മുന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുമാണ്. 1,30,000 തൊഴിൽ അവസരങ്ങളാണ് പട്ടികജാതി പട്ടികവർഗങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. SC ST വിദ്യാർത്ഥികൾക്കുള്ള പ്രീമെട്രിക് സ്കോളർഷിപ്പ് നിർത്തലാക്കി. ബേട്ടി പഠാവോ കൊട്ടിഘോഷിക്കുന്ന രാജ്യത്ത് 2015 ശേഷം 61,000-ലധികം എയ്ഡഡ് സ്കൂളുകൾ അടച്ചുപൂട്ടി. ഉത്തർപ്രദേശിൽ മാത്രം 27,000 സ്കൂളുകൾ പൂട്ടാനുള്ള തയ്യാറെടുപ്പിലാണ്. ഗവർണർമാരെ മാത്രം കേൾക്കുന്ന കേന്ദ്ര സർക്കാർ ഫെഡറൽ സംവിധാനത്തെ തകർക്കുകയാണ്. രാജ്യത്ത് 46% ജോലികളിലും കരാർ നിയമനമാണ്. വൈസ് ചാൻസലർ നിയമനം അട്ടിമറിക്കാൻ UGC മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി. ലാറ്ററൽ എൻട്രിയുടെ പേരിൽ സംഭരണമടക്കം മാനദണ്ഡങ്ങൾ അട്ടിമറിച്ച് നിയമനങ്ങൾ നടത്തുന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കുമില്ലാത്തവർ ദേശസ്നേഹികൾ ചമയുകയാണ്. ഗാന്ധിക്കൊപ്പം സവർക്കറെയും ഗോഡ്സെയെയും പ്രതിഷ്ഠിക്കുകയാണെന്നും രാജ്യസഭ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. മോദി സർക്കാർ നടപ്പിലാക്കുന്നതിൽ പരാജയപ്പെട്ട 11 വാഗ്ദാനങ്ങളും ഖാർഗെ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം US സന്ദർശിക്കും. 12, 13 തീയതികളിലാകും സന്ദർശനമെന്നാണ് പുറത്തുവരുന്ന വിവരം. വൈറ്റ് ഹൌസിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഫ്രാൻസിൽ 10, 11 തീയതികളിൽ നടക്കുന്ന AI ഉച്ചകോടിക്ക് ശേഷമായിരിക്കും മോദി അമേരിക്കയിലേക്ക് പോവുക. എന്നാൽ കൂടിക്കാഴ്ചയെപ്പറ്റി വൈറ്റ് ഹൌസിന്റെയോ വിദേശകാര്യ മന്ത്രാലയത്തിന്റെയോ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. AI ഉച്ചകോടിക്ക് ശേഷം മോദി 12-ന് വാഷിംഗ്ടണിൽ എത്തുമെന്നാണ് വിവരം. അനധികൃത കുടിയേറ്റം, ഇറക്കുമതി തീരുവ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇരു നേതാക്കളും ചർച്ച നടത്തിയേക്കും. മോദിക്ക് വൈറ്റ് ഹൌസിൽ അത്താഴ വിരുന്ന് ഒരുക്കുമെന്നും സൂചനയുണ്ട്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.